തമിഴ്നാട്ടിൽ പൊങ്കലിന് റിലീസിനെത്തിയ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. ശിവകാർത്തികേയന്റെ അയാലനൊപ്പമായിരുന്നു ചിത്രത്തിന്റെ ക്ലാഷ് റിലീസ്. എന്നാൽ പൊങ്കൽ ചിത്രങ്ങളിൽ വിന്നറായിരിക്കുകയാണ് ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ. ചിത്രത്തിന്റെ മികച്ച കഥയും അതോടൊപ്പം ഗംഭീരമായ ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു. ആദ്യ 3 ദിനം കൊണ്ട് ആഗോളതലത്തിൽ നിന്ന് 30 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. അതേസമയം 4-ാം ദിനത്തിൽ ചിത്രം മികച്ച കളക്ഷനാണ് നേടിയിരിക്കുന്നത്. പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രമായതുകൊണ്ട് 10 കോടിയാണ് ചിത്രം 4-ാം ദിനത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 8 കോടിയും തമിഴ്നാട്ടിൽ നിന്നാണ്. ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 25 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. പൊങ്കൽ അവധിയായതുകൊണ്ട് ചിത്രത്തിന്റെ കളക്ഷൻ ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. കേരളത്തിലും കർണാടകയിലും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലത്തെ കഥയാണ് ചിത്രം പറയുന്നത്. ധനുഷിനെ കൂടാതെ കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാർ, പ്രിയങ്ക മോഹൻ, സന്ദീപ് കിഷൻ എന്നിവരാണ് ചിത്രത്തിലുള്ളത്. GV പ്രകാശിന്റെ സംഗീതത്തിനാണ് ഏറ്റവും പ്രശംസ ലഭിക്കുന്നത്. ചിത്രത്തിന്റെ മൂഡ് നിലനിർത്താൻ GV പ്രകാശിന്റെ സംഗീതത്തിനായി എന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതേസമയം വമ്പൻ ബജറ്റിലാണ് ക്യാപ്റ്റൻ മില്ലർ സംവിധായകൻ അരുൺ മതേശ്വരൻ അണിയിച്ചൊരുക്കിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. റോക്കി, സാനി, കായികം എന്നീ മികച്ച ചിത്രങ്ങൾക്ക് ശേഷം അരുൺ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. വലിയ നിരൂപക പ്രശംസയും അതുപോലെ പ്രേക്ഷക ശ്രദ്ധയും നേടിയ ചിത്രങ്ങളായിരുന്നു ആദ്യ രണ്ടും. എന്നാൽ ക്യാപ്റ്റൻ മില്ലർ ഇവയേക്കാൾ ഏറെ ഉയരത്തിലാണ്. ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലമാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. ധനുഷ് ശിവരാജ് കുമാറിനേക്കാൾ ഉയർന്ന പ്രതിഫലം ചിത്രത്തിൽ വാങ്ങിയെന്നതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. ധനുഷ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി വാങ്ങിയത് 15 കോടി രൂപയാണ്. താരത്തിന്റെ പ്രതിഫലവും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. 12 കോടിയാണ് ധനുഷ് മുൻ ചിത്രമായ തിരുച്ചിത്രമ്പലത്തിനായി വാങ്ങിയത്. അതേസമയം കന്നഡയിൽ നിന്നുള്ള വൻ താരം ശിവരാജ് കുമാറിന് ചിത്രത്തിൽ വലിയ റോളുണ്ട്. 3 കോടി രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത്. മറ്റൊരു റോൾ ചെയ്ത സന്ദീപ് കിഷൻ 3 കോടിക്ക് മുകളിലാണ് പ്രതിഫലം വാങ്ങിയത്. ചിത്രത്തിലെ നായിക പ്രിയങ്ക മോഹൻ 1 കോടിയും ചിത്രത്തിനായി വാങ്ങി. 50 കോടി ബജറ്റിലാണ് ക്യാപ്റ്റൻ മില്ലർ ഒരുക്കിയത്. ധനുഷിന്റെ കരിയറിലെ തന്നെ ചെലവേറിയ ചിത്രങ്ങളിലൊന്നാണിത്. ധനുഷിന്റെ കരിയറിലെ 47ാമത് ചിത്രമെന്ന പ്രത്യേകതയും ക്യാപ്റ്റൻ മില്ലറിനുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.